ഹായ് ഓൾ, നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിച്ചറിന്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്കും വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്തതിനെ ചേർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്ത് വേണം ചേർക്കാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും നമുക്ക് ലാസ്റ്റ് പിന്നെയും ഇച്ചിരി വേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഇതിനെ നേർപ്പകുതി നമ്മൾ മാറ്റി വെക്കണം. ഇത് നമുക്ക് മിച്ചറിനകത്തിരുന്ന പൊരി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ പൊരി ഉണ്ടാക്കത്തില്ല ഇതിനകത്ത്, അതിനു വേണ്ടിയാണ് നേർപ്പകുതി മാറ്റി വെക്കുക. അതിനുശേഷം പൊരി ഉണ്ടാക്കാൻ മാറ്റി വെച്ചതിൻ്റെ അകത്തല്ല, ബാക്കി ഇരുന്നതിൻ്റെ അകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത്, ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, ഇത് ഞാൻ ചേർത്തേക്കുന്ന ഇളം ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒത്തിരി ഹാർഡായി പോകല്ലേ, ഒത്തിരി ലൂസുമായി പോകാത്ത പോലെ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഈ സേവനാഴിക്കകത്ത് വെച്ചിട്ട് കറക്കി എടുക്കണ്ടേ. കണ്ടോ, ഈ ഒരു ലൂസ് പരുവം കണ്ടോ, ഈ ഒരു പരുവത്തി വേണം എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തി എടുക്കണം. നമുക്കിത് കറക്കി നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഇനി ഇത് പൊരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ച സാധനമാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇച്ചൂടെ അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഒന്ന് മിക്സായിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കണം കേട്ടോ, എങ്ങനെയുണ്ട്. ഒത്തിരി കൂടിപ്പോയല്ലേ, ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇളം ചൂടുവെള്ളം തന്നെ ഇത് ഇച്ചിരി ലൂസായിട്ട് തന്നെ വരണം. നമുക്കിത് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ഈ കോരു തവിയില്ലേ, കോരു തവിക്കകത്ത് കിടത്തക്കകത്ത് ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഉണ്ടോ മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കണം. ഈ ഒരു പരുവത്തിലാക്കാവൂ. അപ്പോൾ നമ്മുടെ സേവനാഴിക്കകത്ത് തരുന്ന മിച്ചറിന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊരിക്കുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി സേവനാഴി വെച്ച് കഴിയുമ്പോൾ ഇതിന് താഴെ നമ്മൾ ചില്ലിട്ട് ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു നമ്മുടെ മാവ് അതിൻ്റെ അത് ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമുക്ക് അടയ്ക്കുക. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇത്ര തവയാണ് എടുത്തേക്കുന്നത്, ഇത്ര ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ചൂടാവും. അപ്പം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി സ്വല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. നമുക്കിനി ഇത് ഈ പാത്രം നല്ലതായിട്ട് ചൂടാകുന്ന പാത്രം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത്തിരി പാത്രത്തിൽ നമ്മൾ ചെയ്യാവൂ. അതും ഇത് നമ്മൾ ഈ സാധനം നമ്മുടെ ഈ മാവ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി തവയാണെങ്കിൽ ഒരു 20 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ഇത് ഇതിൻ്റെ അകത്തിട്ട് മൂപ്പിക്കാൻ നിൽക്കല്ലേ. ഏകദേശം പെട്ടെന്ന് തന്നെ ഇത് പോയിട്ടെടുക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും, ഇത് ഫ്രൈ ആയി കിട്ടും. ഒത്തിരി നമ്മളൊരു ഗോൾഡൻ പരുവത്തിൽ മാത്രം എടുത്താൽ മതി, ബ്രൗണിഷ് പരുവ് ആകണ്ട. കാരണം ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കാരണം ഇത്തിരി തവയായതുകൊണ്ട് ഒരു 15 സെക്കൻഡോട് 20 സെക്കൻഡിനുള്ളിൽ നമുക്കിത് കറക്റ്റ് തിരിച്ച് മറിച്ച് വിട്ട് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ കിട്ടും. പിന്നെ നമുക്കിത് കോരി വെച്ചതിന് ശേഷവും അവിടെ ഈ ചൂടത്തോടെ തന്നെ ഇരുന്നിട്ട് ഇച്ചിരി കൂടെ ഇത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഈ പരുവത്തിൽ പെട്ടെന്ന് എടുക്കണം. കാരണം കരിഞ്ഞു പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം നമുക്ക് ഫ്രൈ പാനിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30 സെക്കൻഡൊക്കെ നമുക്ക് നോക്കാം. ഒരു മീഡിയം ഫ്ലെയിം, ഒരു ലോ ഫ്ലെയിമൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും പാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകല്ലേ. അപ്പം ഫ്രൈ പാനാണെങ്കിലും ഒരു 25 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു പരുവത്തിൽ തന്നെ എടുത്തോളാം. ഇനി നമുക്കിന്നെ മറ്റേ ആ പൊരി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഈ കോരുതവിയില്ലേ, കോരുതവയ്ക്കകത്ത് ഈ കിടതയ്ക്കകത്തോളം വേണമല്ലോ. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇനിയും പാത്രം മേടിക്കാൻ വേണ്ടി ആവശ്യമൊന്നുമില്ല, നമുക്ക് കാര്യം സാധിച്ചാൽ മതി. അപ്പം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ലോ ഫ്ലെയിം വെച്ച് തന്നെ ചെയ്യാം. ഏകദേശം ഇച്ചിരുന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കരിഞ്ഞു പോകല്ലേ, ഈ ഒരു പരുവത്തിൽ കിട്ടണം. കാരണം അല്ലെങ്കിൽ ഇത് വളവളാന്നിരിക്കും. ഇച്ചിരുന്ന് ഫ്രൈ ചെയ്ത് വേണം ഇതെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ കോരുന്ന പരുവം കണ്ടില്ലേ, ഈ പരുവത്തിൽ തന്നെ എടുക്കുക. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൊള്ളത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കണ്ടോ, നമ്മുടെ ആ ഒരു തവിക്കകത്ത് തന്നെ നമുക്കിതൊന്ന് വീണ് കിട്ടിയാൽ മതി. ഇതിൻ്റെ അകത്തോട്ട് വീണ് കിട്ടും.
അപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. മറ്റേ നമ്മൾ മിച്ചർ ഉണ്ടാക്കുന്നതിന് മറ്റേ സേവനാഴിക്കകത്ത് കറക്കുന്നതും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ എടുക്കുക. ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് മറ്റേതിനേക്കാളും സ്വല്പം കൂടുതൽ ഫ്രൈ ആയി കിട്ടണം, അത്രേ ഉള്ളൂ. കാരണം ഇത് ഈ പൊരി ഒന്ന് വളവളാന്നായി പോവാതെ ഉള്ള രീതിയിൽ കൂടെ ഇത് ഒത്തിരി കരിഞ്ഞു പോവല്ലേ. ഒരു ഗോൾഡൻ കളറിൻ്റെ അപ്പുറം ഒരു ബ്രൗണിഷ് കളർ ആ ഒരു പരുവം മാത്രം, ഈ ഒരു പരുവത്തിൽ മാത്രമേ എടുക്കാവൂ. ഞാൻ കാണിച്ചിരുന്നില്ലേ, ഈ ഒരു പരുവത്തിൽ മാത്രമേ എടുക്കാവൂ. എന്നിട്ട് നമുക്കിതെല്ലാം വാരി വെക്കുമ്പോഴും കുറച്ചു നേരം കൂടെ അത് ഈ ചൂടത്ത് ഇച്ചിരി കൂടെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം അതും റെഡി ആയതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക. ഈ പരുവം കറക്റ്റ് പരുവമാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പിന് ഞാൻ 1/2 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പും മൂത്ത് പോയി കഴിഞ്ഞാൽ പരിപ്പ് കടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്കിതുണ്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കുക. ആ ഒരു ഗോൾഡൻ കളർ അവിടം വരെ ആയാൽ മതി. ബ്രൗൺ കളർ പരിപ്പായി പോകില്ല, കടിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്കകത്തൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തു. ഒരു 5-6 വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ഞാൻ തൊലിയോട് തന്നെ ഇട്ടേക്കുന്നത്. നമ്മൾ മിച്ചറിനകത്ത് തൊലിയോടല്ലേ ഇട്ടേക്കുന്നത്, അത് ഇട്ട് കൊടുത്ത് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട ഇപ്പം നമ്മൾ മാറ്റി വെച്ചില്ല ആയിരുന്നിട്ടുള്ളത്. ഇപ്പം മാറ്റി വെച്ചപ്പോൾ ആ ചൂടത്ത് കുറച്ചുകൂടെ നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലേക്ക് കിട്ടിയേക്കുന്നത്. ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടാവും. ഇതിനേക്കാളും അപ്പുറത്തോട്ട് ഈ ബ്രൗൺ പരുവായി പോകില്ല. പരുവായി പോയാൽ കരിഞ്ഞു പോകും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതാണ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് പ്രസ് കൊടുക്കുന്നത് തന്നെ കറക്റ്റായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഒത്തിരി പൊടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ കേട്ടോ. ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചു കൊടുത്താൽ മതി. നമുക്ക് വീട്ടിലൊക്കെ പിള്ളേർക്കും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഞാനിതിങ്ങനെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി ഒരു ടിന്നിൻ്റെ അകത്തിട്ട് വെക്കുന്നൊരു പതിവുണ്ട്. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ആ പൊരി ഉണ്ടാക്കിയില്ല, ആ പൊരിയും നമ്മൾ അതിനകത്ത് ഇട്ടു. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്ത്. പിന്നെ കടല പരിപ്പ് അതും ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തില്ല, ഞാൻ കളർ കണ്ടില്ലേ, ഇത് ബ്രൗൺ പരുവായിട്ടില്ല. അതിനുശേഷം ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ടീസ്പൂണ് ഉപ്പും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണിനടുത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. കാരണം ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് 3/4 ടീസ്പൂൺ കായപ്പൊടിയുടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്, അതും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അരിയൊക്കെ പണ്ട് മുറത്തി പാറ്റുന്ന പോലുള്ള സ്റ്റൈലിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ മുളക് പൊടിയും ഉപ്പും എല്ലാം പിടിച്ചോളും. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം, ഉപ്പൊക്കെ എങ്ങനെയുണ്ട്, കറക്റ്റാണോ എന്നുള്ളത്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പം ഞാൻ ചേർത്ത് ഉപ്പ് കറക്റ്റ് തന്നെയാണ്, പിന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലോട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് എരിവിന് അനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി പിള്ളേർക്ക് ഞാൻ കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ നേരം ഞാനിങ്ങനെ പുറത്തുനിന്ന് കുറച്ച് മിച്ചർ മേടിക്കാനിടയായി. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയൊരു സ്റ്റേപ്പിൾ പിന്നിൻ്റെ ഒരു ഇത് കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ നമ്മൾ പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കുമ്പോഴും അവരുടെ വയറ്റിൽ ഇത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മെനക്കെട്ട് കഴിയുവാണെങ്കിൽ നമുക്ക് ഏകദേശം 2 ആഴ്ച 3 ആഴ്ചത്തേക്കുള്ള മിച്ചറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പിള്ളേർക്ക് നമുക്ക് കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം.